നമസ്കാരം. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലങ്ങി നിൽക്കുന്നതിനിടയിൽ മാലിദ്വീപിന്റെ പ്രസിഡന്റായ മുഹമ്മദ് ബുയ്സു ചൈന സന്ദർശിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സന്ദർശനം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. സാധാരണയായി മാലിദ്വീപിൽ ആരാണോ അധികാരം ഏൽക്കുന്നത് അവർ പണ്ട് മുതൽക്ക് തന്നെ ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്നത് ഒരു പതിവായിരുന്നു. പക്ഷേ ഇന്ത്യ വിരുദ്ധത പറഞ്ഞുകൊണ്ട് വോട്ട് നേടി അധികാരത്തിലെത്തിയ മുഹമ്മദ് ബുയ്സു ആവട്ടെ ആദ്യം തന്നെ പോകുന്നത് ചൈനയിലേക്കാണ്. എന്തായാലും ഉടൻ തന്നെ ഇന്ന് തന്നെ മുഹമ്മദ് ബുയ്സുവിന്റെ ചൈനീസ് സന്ദർശനം ഉണ്ടാവും. എന്തായാലും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു സന്ദർശനത്തിൽ ചർച്ചയാക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇത്തരത്തിലുള്ള ഈ ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തേക്ക് മാലിദ്വീപിന്റെ ഹൈക്കമ്മീഷണറായ ഇബ്രാഹിം ഷബീബിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി തിരികെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും 2.5 ലക്ഷത്തോളം ഇന്ത്യക്കാർ വിനോദസഞ്ചാരത്തിന് വേണ്ടി മാത്രമായി ഒരു വർഷം മാലിദ്വീപിൽ സന്ദർശനം നടത്താറുണ്ട്. മൊത്തം ദേശീയ വരുമാനത്തിന് 28% ടൂറിസത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായ മാലിദ്വീപിന് ഇന്ത്യയെക്കുറിച്ച് നടത്തിയ ഈ ഒരു അപക്വമായ പരാമർശം ഉണ്ടാക്കി വെക്കുന്ന തലവേദന ചെറുതല്ല. കാരണം ഇതിനോടകം തന്നെ നിരവധി ആളുകൾ മാലിദ്വീപിലേക്കുള്ള യാത്രകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ഒക്കെ ക്യാൻസൽ ചെയ്തതിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുണ്ട്. ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്നുള്ള ഒരു ക്യാമ്പയിൻ ഇന്ത്യയിൽ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. എന്തായാലും ഈ അപക്വ പരാമർശം നടത്തിയ മന്ത്രിമാർക്കെതിരെ ഉടൻ തന്നെ മാലിദ്വീപ് നടപടിയെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഉടൻ തന്നെ ഈ നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. ന്യൂസ് ഡെസ്ക് മലയാളം.